അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെ സംബന്ധിച്ചും ആ സമയത്തുണ്ടായ നിരവധി അത്ഭുതങ്ങളെ സംബന്ധിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഫി ബനി സായിദിൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു സായിദ് ഗോത്രത്തിൽ എന്ന വിഷയമാണ് നമുക്ക് പറയാനുള്ളത്. ബുലിദ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു യതീമൻ, അനാഥയായിട്ട്, ഫി ഹിജിരി ജദ്ദിഹി അബ്ദുൽ മുത്തലിബ്, തൻ്റെ വല്യപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിലായിട്ട് മുത്തുനബി ജനിച്ചു. ഫഅഖ അൻഹു ബി കബഷിൻ, അങ്ങനെ അബ്ദുൽ മുത്തലിബ് നബിക്ക് വേണ്ടി ഒരു മുട്ടനാടിനെ അറവ് നടത്തി ദാനം ചെയ്തു. അഖീഖ അറുത്തു. ഫിൽ യൗമി സാബിഇ മിൻ വിലാദത്തിഹി, മുത്തുനബിയുടെ ജനനത്തിൻ്റെ 7ാമത്തെ ദിവസം. വദഅ ലഹു, അതിനു വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു, റിജാലൻ മിൻ ഖുറൈശ്, ഖുറൈശികളിൽ നിന്ന് ചിലരെ. ഫലമ്മ തഇമു, അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചപ്പോൾ, സഅലൂഹു അൻ ഇസ്മിഹി, ഈ കുട്ടിയുടെ പേരിനെ സംബന്ധിച്ച് അവർ അബ്ദുൽ മുത്തലിബിനോട് അന്വേഷിച്ചു. ഫഖാല, അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, സമ്മൈത്തുഹു മുഹമ്മദ, ഈ കുഞ്ഞിന് ഞാൻ മുഹമ്മദ് എന്ന് പേര് വച്ചിരിക്കുന്നു. ഫഅജബഹും ഹാദൽ ഇസ്മുൽ ഗരീബ് ഫിൽ അറബ്, അറബികൾക്കിടയിൽ അപരിചിതമായ ഈ നാമം അവരെ ആശ്ചര്യപ്പെടുത്തി. ഇന്നേ വരെ ഈ നാമം അവർ കേട്ടിട്ടില്ല. ഫഖാല, അപ്പോൾ അബ്ദുൽ മുത്തലിബ് അവരോടായി പറഞ്ഞു, അറത്തു അൻ യഹ്മിദഹുല്ലാഹു ഫിസ്സമാ വഖൽഖുഹു ഫിൽ അർദ്, ഈ കുഞ്ഞിനെ അല്ലാഹു തആല വാനലോകത്തും അവൻ്റെ സൃഷ്ടികൾ ഭൂമിയിലും പ്രശംസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് മുഹമ്മദ് എന്ന് പേര് വിളിച്ചത്. മക്കസൽ ഗുലാമുൽ മുബാറക്, അനുഗ്രഹീതനായ ഈ കുട്ടി താമസിച്ചു, റളിയൻ, മുല കുടിക്കുന്നവനായിട്ട്, ബി മക്ക, മക്കയിൽ താമസിച്ചു. സുമ്മ ഫി ബാദിയത്തി ബനി സായിദ്, പിന്നീട് ബനു സായിദ് ഗോത്രക്കാരുടെ താഴ്വരയിലും താമസിച്ചു. അഴവാമൻ, ചില വർഷങ്ങൾ. ഫൈനൽ അറബ, കാരണം അറബികൾ, കാനു യുസിറൂനൽ ബാദിയ, അവർ താഴ്വരകൾ, ഉൾപ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ലി റളാഅത്തി അത്ഫാലിഹിം, അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ വേണ്ടി. ലി സഫായി ഹവായിഹ, ശുദ്ധമായ അന്തരീക്ഷവും, വസലാമത്തി തൊബിയത്തിഹ, ശാന്തമായ പ്രകൃതിയും, വ അസ്വാലത്തി കലാമിഹ, ആധികാരികമായ സംസാരവും, വ ഫസാഹത്തി ലിസാനിഹ, ഭാഷാ സ്ഫുടതയും കാരണം അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ ബാദിയത്തിനെ അവർ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്നു, ലി അസ്ഹാബിഹി, തൻ്റെ അനുയായികളോടായിട്ട്, അന അഅറബുക്കും, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അറബി സംസാരിക്കുന്നയാളാണ്. അന ഖുറശിയുൻ, ഞാൻ ഖുറൈശിയാണ്. വസ്തർലഅതു ഫി ബനി സായിദ് ബിൻ ബക്കർ, ബനു സായിദ് ബിൻ ബക്കറിൻ്റെ ഗോത്രത്തിലാണ് ഞാൻ മുല കുടിച്ചിട്ടുള്ളത് എന്ന് അഭിമാനപൂർവം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുയായികളോട് പറയാറുണ്ടായിരുന്നു, അർളഅതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസാഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില സ്ത്രീകൾ മുലയൂട്ടിയിട്ടുണ്ട്. ഊലാഹുന്ന ഉമ്മുഹു ആമിന. അവരിൽ ഒന്നാമത്തെ ആൾ മുത്തുനബിയുടെ ഉമ്മ ആമിന ബീവിയാണ്. സുമ്മ അർളഅതുഹു സുവൈബത്തുൽ അസ്ലമിയ അയ്യാമൻ. പിന്നെ കുറച്ച് ദിവസങ്ങൾ സുവൈബത്തുൽ അസ്ലമിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടി. വഹിയ, ഈ സുവൈബത്തുൽ അസ്ലമിയ അൽ ജാരിയത്തുല്ലത്തി അഅതഖഹ അമ്മുഹു അബൂലഹബ്. മുത്തുനബിയുടെ പിതൃ സഹോദരൻ അബൂലഹബ് മോചിപ്പിച്ച അടിമ സ്ത്രീയാണ്. എപ്പോഴാണ് മോചിപ്പിച്ചത്? ഹീന ബസ്സറത്തുഹു ബി വിലാദത്തിഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച സമയത്താണ് അബൂലഹബ് മോചിപ്പിച്ചത്. അങ്ങനെയുള്ള അടിമ സ്ത്രീയാണ് സുവൈബത്തുൽ അസ്ലമിയ. ആ സുവൈബത്തുൽ അസ്ലമിയ കുറച്ച് ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലയൂട്ടിയിട്ടുണ്ട്. എന്നാൽ വ അക്സറുഹുന്ന ഇർളാഅൻ ലഹു ഹലീമത്തു സഅദിയ. സഅദ് ഗോത്രക്കാരിയായ ഹലീമ ബീവിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടുതൽ മുലയൂട്ടിയിട്ടുള്ളത്. ഖദിമത്ത് ഹലീമ മക്ക. ഹലീമ ബീവി മക്കയിലേക്ക് വന്നു. മാ അശ്രി നിസ്വത്തിൻ മിൻ ബനി സഅദ്. ബനു സഅദ് ഗോത്രത്തിൽ നിന്നുള്ള 10 സ്ത്രീകളോടുകൂടെയാണ് വന്നത്. യൽതമിസ്ന അർറുളഅ. മുലയൂട്ടുന്ന കുഞ്ഞുങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ബനു സഅദ് ഗോത്രത്തിൽ നിന്നുള്ള 10 സ്ത്രീകളോടൊപ്പം ഹലീമ ബീവി മക്കയിലേക്ക് വന്നു. വ മാഹ സൗജുഹ. ഹലീമ ബീവിയോടൊപ്പം തൻ്റെ ഭർത്താവ് ഉണ്ട്. വബനുഹർ റളിയ. മുല കുടിക്കുന്ന മോനും കൂടെയുണ്ട്. വക്കാനത്തിൽ ഖബീലത്തി ബനി സഅദ്. ശുഹറത്തുൻ ഫിർ റളാഅത്തി വൽ ഫസാഹ. വക്കാനത്തിൽ ഖബീലത്തി ബനി സഅദ്. ബനു സഅദ് ഗോത്രത്തിനുണ്ടായിരുന്നു ശുഹറത്തുൻ, പ്രസിദ്ധി ഉണ്ടായിരുന്നു. ഫിർ റളാഅത്തി വൽ ഫസാഹ. മുലയൂട്ടുന്ന കാര്യത്തിലും ഭാഷാ സ്ഫുടതയുടെ കാര്യത്തിലും. അതിനാൽ ഫമാ ബഖിയത്ത് മിൻഹുന്ന ഇംറഅ. അവരിൽ നിന്നുള്ള ഒരു സ്ത്രീയും അവശേഷിച്ചില്ല. ഇല്ലാ അഖദത്ത് റളിയൻ. മുല കുടിക്കുന്ന ഒരു കുഞ്ഞിനെ സ്വീകരിക്കാതെ. അവരിൽ നിന്നുള്ള എല്ലാവർക്കും മുല കുടിക്കുന്ന കുഞ്ഞിനെ ലഭിച്ചു. എന്നാൽ വലം തഖ്ബൽ അഹദും മിൻഹുന്ന. അവരിൽ നിന്ന് ഒരാളും തന്നെ സ്വീകരിച്ചില്ല യതീമ ആമിന. ആമിന ബീവിയുടെ ഈ അനാഥ ബാലനെ. വലാക്കിൻ ഹലീമ ലം തൾഫർ ബിഗൈരി. ഹലീമ ബീവിക്ക് മറ്റൊരാളെയും ലഭിക്കാതെ വന്നപ്പോൾ ഇസ്തശാറത്ത് സൗജഹ. ഹലീമ ബീവി തൻ്റെ ഭർത്താവുമായിട്ട് കൂടിയാലോചന നടത്തി. ഫി അഖദിഹി. ഈ യതീമിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ. ഫഖാൽ. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അസല്ലാഹു അൻ യജ്അല ലനാ ഫിഹി ബറക്ക. അല്ലാഹുത്തആല ഈ കുഞ്ഞിൽ നമുക്ക് അനുഗ്രഹം ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫക്കാന ഹാദർ റളിയുൽ മുബാറക്. ഈ അനുഗ്രഹീതനായ കുഞ്ഞ് ആയിത്തീർന്നു നസീബ ഹലീമ. ഹലീമ ബീവിയുടെ ഓഹരി, അതല്ലെങ്കിൽ ഹലീമ ബീവിയുടെ ഭാഗ്യമായി തീർന്നു. ഫലമ്മ അഖദത്ഹു ദറ ലബനുഹ വ ലബനു ഷാരിഫിഹ. ഫലമ്മ അഖദത്ഹു. ഹലീമ ബീവി ഈ കുട്ടിയെ സ്വീകരിച്ചപ്പോൾ ദറ ലബനുഹ വ ലബനു ഷാരിഫിഹ. ഹലീമ ബീവിയുടെയും ഹലീമ ബീവിയുടെ ഒട്ടകത്തിൻ്റെയും മുലപ്പാൽ വർദ്ധിച്ചു. ഫബാത്തു ബി ഖൈരി ലൈല. അങ്ങനെ അവർ സുഖകരമായി രാത്രി താമസിച്ചു. ഫലമ്മ അസ്ബഹു. നേരം പുലർന്നപ്പോൾ ഖാല സൗജുഹ. ഹലീമ ബീവിയുടെ ഭർത്താവ് പറഞ്ഞു, ലഖദ് അഖദ്തി നസമത്തൻ മുബാറക്ക. അനുഗ്രഹീതനായ ഒരു മനുഷ്യനെയാണല്ലോ നീ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു.
അങ്ങനെ ഫലമ്മ കഫലു അവർ യാത്ര തിരിച്ചപ്പോൾ, മക്കയിൽ നിന്ന് ബനു സഅദ് ഗോത്രത്തിലേക്ക് തന്നെ യാത്ര തിരിച്ചപ്പോൾ, സബക്കത്ത് അത്താനുഹ ഹലീമാബിയുടെ ഒട്ടകം മുൻകടന്നു, സായിറൽ മറാക്കിബ് മറ്റുള്ളവരുടെ വാഹനങ്ങൾക്ക് മുൻകടന്നു. എത്രത്തോളം ഹത്ത ഹസദത്ത് ഹ സവാഹിബുഹ ഹലീമാബിയുടെ കൂട്ടുകാരികൾ ഹലീമാബിയോട് അസൂയ വെച്ചു. സുമ്മലമ്മ വസലു ബിഹി ദിയാറഹും പിന്നെ അവർ ഈ കുഞ്ഞിനെയുമായിട്ട് അവരുടെ വീടുകളിൽ എത്തിച്ചേർന്നപ്പോൾ ലഹറത്തിൽ ബറക്കാത്തു ദാറത്തൻ അലൈഹ ഹലീമാ ബീവിയെ ചുറ്റിപ്പറ്റി അനുഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഫീ നഫ്സിഹ ഹലീമാബിയുടെ ശരീരത്തിലും, വാഹ്ലിഹ അവരുടെ കുടുംബത്തിലും, വദവാബിഹ അവരുടെ മൃഗങ്ങളിലും, വ അംബാലിഹ അവരുടെ സമ്പത്തുകളിലുമൊക്കെ അനുഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. വലം യസലിൽ ഗുലാമുൽ മുബാറക് ഈ അനുഗ്രഹീതനായ കുട്ടി വളർന്നുകൊണ്ടിരുന്നു. വലം യസലിൽ ഗുലാമുൽ മുബാറക് യശുബു ശബാബൻ ഈ അനുഗ്രഹീതനായ കുട്ടി വളർന്നുകൊണ്ടിരുന്നു. ലാ യസ്ബഹുൽ ഗിൽമാൻ മറ്റുള്ള കുട്ടികളോട് സാമ്യതയില്ലാത്ത വിധം ഒരു വളർച്ച ഈ കുട്ടി വളർന്നുകൊണ്ടിരുന്നു. ഫക്കാന ഖബ്ല അവാനിൽ മഷി യംഷി അലൽ അഖ്ദാം നടത്തത്തിൻ്റെ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ യംഷി അലൽ അഖ്ദാം കാലുകളിൽ നടക്കാൻ തുടങ്ങി. വഖബുല വക്തിൽ കലാം സംസാരത്തിൻ്റെ പ്രായമാകുന്നതിന് മുമ്പ്, സമയമാകുന്നതിന് മുമ്പ് യതകല്ലമു ബി ഫസീഹിൽ കലാം സ്ഫുടമായി സംസാരിക്കാൻ തുടങ്ങി. വഖബുല സിന്നിർ റമി അമ്പെയ്ത്തിൻ്റെ പ്രായമാകുന്നതിന് മുമ്പ് യർമി ബി സിഹാം അമ്പ് ചെയ്യാൻ തുടങ്ങി. വക്കാന ബനു സഅദിൻ ഖദ് അജബു ബിഹാദൽ ഗുലാം ബനു സഅദ് ഗോത്രം ഈ കുട്ടിയുടെ കാര്യത്തിൽ ആശ്ചര്യപ്പെട്ടു. ഹത്താ ഇദസ്തകാ മിൻഹും അഹദുൻ അങ്ങനെ അവരിൽ നിന്ന് ആർക്കെങ്കിലും രോഗമായാൽ വലാ കഫഹു അലാ മൗലി സിഖാം രോഗമുള്ള സ്ഥലത്ത് ഈ കുഞ്ഞിൻ്റെ കൈ വെക്കും. ഫയബ്റഉ ബിഇദ്നില്ലാഹി മിനൽ ആലാം അപ്പോൾ ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ആ രോഗിയുടെ വേദന സുഖപ്പെടും. വക്കാന ലാ യസ്റബു വക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്റബു ഇല്ലാ മിന സദി അൽ ഐമൻ മിൻ ഹലീമ മുല കുടിക്കുന്ന കാലത്ത് വക്കാന ലാ യസ്റബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കാറുണ്ടായിരുന്നില്ല ഇല്ലാ മിന സദി അൽ ഐമൻ മിൻ ഹലീമ ഹലീമ ബീവിയുടെ വലത് മുലയിൽ നിന്നല്ലാതെ കുടിക്കാറുണ്ടായിരുന്നില്ല. വയത്റുക്കുൽ ഐസർ ഇടത്തെ മുല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപേക്ഷിക്കും. ലി അഖീഹി അബ്ദില്ല തൻ്റെ സഹോദരനായ അബ്ദുള്ളക്ക് വേണ്ടി. ഹലീമാബിയുടെ മറ്റൊരു മോനാണല്ലോ അബ്ദുള്ള. ആ അബ്ദുള്ളക്ക് വേണ്ടി ഇടത്തെ മുല ഉപേക്ഷിക്കുമായിരുന്നു. മുല കുടിക്കുന്ന പ്രായത്തിൽ പോലും നീതിപൂർവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നു. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.